കാർഡിഫ് മാർക്കറ്റിൽ നിന്ന് നമ്മൾ നേരെ പോയത് ഒരു ഹിസ്റ്ററി മ്യൂസിയം കാണാനായിരുന്നു കേട്ടോ. ഒരു ഹിസ്റ്ററി മ്യൂസിയം എന്നതിനപ്പുറം ഇവിടെ കാണാൻ ഒത്തിരി കാഴ്ചകളുണ്ടായിരുന്നു. നമ്മുടെ ഈ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ലൈഫിൽ നിന്നൊക്കെ മാറി നിന്ന് ഒരു ദിവസം ചില്ലായിട്ടിരിക്കാൻ പറ്റിയ ഒരു പ്ലേസ് ആയിരുന്നു. ഒത്തിരി നടന്ന് ചെല്ലുമ്പം അവിടെ ഒരു ക്യാസിലുണ്ടായിരുന്നു. അതിനകത്ത് കാണാൻ ഒത്തിരിയേറെ കാഴ്ചകളും. ഒരു ദിവസം മുഴുവൻ ഉണ്ടെങ്കിൽ പോലും നമുക്ക് ഒരു മടുപ്പ് തോന്നാത്തൊരു സ്ഥലം. ഈവനിങ് വാക്കിനൊക്കെ വന്ന് ഇവിടെ ഇരുന്ന് ചില്ലായിട്ടിരുന്ന് ഫാമിലിയൊക്കെ ആയിട്ട് സൊറ പറഞ്ഞിരിക്കാൻ നല്ല രസമായിരിക്കും. അങ്ങനെ ഇവിടെയുള്ള ആളുകളൊക്കെ വന്നിരിക്കുന്നുണ്ടായിരുന്നു. ഞങ്ങളവിടെ ചെന്നിട്ടുള്ള ദിവസം അടിപൊളി ക്ലൈമറ്റുമായിരുന്നു. വെയിലിന് നല്ല ചൂടും കാറ്റടിക്കുമ്പം നല്ല തണുത്ത കാറ്റും. ഇതിൽ പരം നല്ലൊരു ക്ലൈമറ്റ് എവിടെയെങ്കിലും കിട്ടുമോ? അടുത്ത ഇൻട്രസ്റ്റിംഗ് ഫാക്ടർ എന്താണെന്ന് വെച്ചാൽ കാസിലെ എൻട്രി ഫീസ് ഒന്നും ഇല്ല കേട്ടോ. ഞങ്ങളവിടെ ചെന്നപ്പം അവിടെയുള്ളവർ നമുക്ക് നല്ല വാം വെൽക്കമിയാണ് തന്നത്. പഴമയുടെ പ്രൗഢി നിലനിർത്തിക്കൊണ്ടായിരുന്നു അവിടെയുള്ള എല്ലാ സാധനങ്ങളും. യൂസ് ചെയ്തിട്ടുള്ള ഡിന്നർ സെറ്റും അവിടുത്തെ ഫർണിച്ചേഴ്സും എല്ലാം അതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മളെവിടെ പോയാലും ഫോട്ടോസും ഒക്കെയാണല്ലോ, അതുകൊണ്ട് കുറേ ഫോട്ടോസും എടുത്ത് നമ്മൾ അവിടുത്തെ കാഴ്ചകൾ കണ്ടുകൊണ്ടേയിരുന്നു. ഇവിടെ കൂടുതലും വരുന്നത് സ്റ്റുഡൻസ് ആയിട്ടുള്ള ആളുകളാണ്. അവർക്ക് ഹിസ്റ്ററിയൊക്കെ പഠിക്കാൻ ഇതുപോലെ നല്ല സ്ഥലമില്ല. രാജ്യത്തിൻ്റെ ഒരു പ്രത്യേകത, ഏത് കാസ്റ്റിലോ ഇങ്ങനത്തെ ഏത് മ്യൂസിയത്തിലോ പോയാൽ അവരുടെ ഹിസ്റ്ററി അടങ്ങുന്നൊരു ലീഫ്ലെറ്റ് നമുക്ക് കിട്ടും. അതുപോലെ തന്നെ എങ്ങോട്ടാണ് പോകേണ്ടതെന്നുള്ള മാപ്പും അതിനകത്തുണ്ടാവും. ഈവൻ കിച്ചൺ വരെ എങ്ങനെയായിരുന്നു പണ്ട് യൂസ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ അവർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ.